ഹലോ ഗായ്സ് വെൽക്കം ടു ദ ക്രോഷറ്റ് ഗേൾ വേൾഡ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ലോങ് ലീഫ് ഉണ്ടാക്കുന്നത് എന്നാണ്. ആക്ച്വലി നമുക്ക് പല സൈസിലെ ലീവ്സ് ഉണ്ടാക്കാം. ഞാൻ കമ്മിങ് ട്യൂട്ടോറിയൽ വീഡിയോസിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇത്രയും വലിയ ലീവ്സ് ഉണ്ടാക്കുന്നത് എന്നാണ്. ഈ ലീവ്സ് നോർമലി യൂസ് ചെയ്യുന്നത് ഈ വലിയ ഫ്ലവേഴ്സ് ഒക്കെ ഇല്ലേ, ലില്ലി ഫ്ലവർ, ടൂലിപ്പ് ഫ്ലവർ, അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ലീവ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ്, ലൈക്ക് എത്ര ലെങ്ത്താണ് ലീഫിൻ്റെ അത്രയും ലെങ്ത്തിലുള്ള വയറ് വേണം. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന യാൺ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോട്ടൺ, മിൽക്ക് കോട്ടൺ യാണാണ്, നൈറ്റ് വീറ്റ് ബ്രാൻഡിൻ്റെ. പിന്നെ ഹൂക്ക്. എന്നിട്ട് ഞാൻ ഓൾറെഡി എങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ചെയ്യേണ്ടത്, ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത്, അതായത് എല്ലാ ബേസിക് സ്റ്റിച്ചസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സെപ്പറേറ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക കേട്ടോ. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത്, ലൈക്ക് പാറ്റേൺ ഞാൻ ഓൾറെഡി മുകളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇനി അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുക്കേണ്ടത് 30 ചെയിൻ സ്റ്റിച്ചസ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ എടുക്കുന്നത് ചെയിൻ സ്റ്റിച്ചസ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ റെഫർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് 30 ചെയിൻ സ്റ്റിച്ചസ് ആണ്. അപ്പോൾ നമുക്കതെടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ 30 സ്റ്റിച്ചസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് റൗണ്ട് 2വിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ റൗണ്ട് 2 എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ 1 സിംഗിൾ ക്രോഷേ, പാറ്റേൺ ഓൾറെഡി മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യുവാണേ. അപ്പോൾ ഫസ്റ്റ് 1 സിംഗിൾ ക്രോഷേ എടുക്കുക, ദെൻ 1 ഹാഫ് ഡബിൾ ക്രോഷേ എടുക്കുക. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി മെൻഷൻഡ് ആണ്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് 18 ഡബിൾ ക്രോഷേസ് വേണം ചെയ്യാൻ. അപ്പോൾ ആദ്യം ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, ദെൻ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു, ദെൻ ഇനി കണ്ടിന്യൂസ്ലി 18 ഡബിൾ ക്രോഷേസ് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈറ്റ് ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ടാണ്. 1 സിംഗിൾ ക്രോഷേന്ന് ഹാഫ് ഡബിൾ ക്രോഷേ പോകുമ്പോൾ ഇച്ചിരി ഹൈറ്റ് കൂടും, ദെൻ എഗെയിൻ ഡബിൾ ക്രോഷേ പോകുമ്പോൾ ഇച്ചിരി കൂടി ഹൈറ്റ് കൂടും. അപ്പോൾ ആ ലീഫിൻ്റെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞ പോലെ ഇനി ചെയ്യേണ്ടത് 18 ഡബിൾ ക്രോഷേസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. വീഡിയോ അധികം ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് സെയിം സ്റ്റെപ്സ് ആണ് 18 ഡബിൾ ക്രോഷേസ്. ഓക്കെ, അപ്പോൾ അത് മൈൻഡിൽ വെക്കുക കേട്ടോ. എന്നിട്ട് അത് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ 18 ഡബിൾ ക്രോഷേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ലൈക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ഒരു സിംഗിൾ ക്രോഷേ, അതായത് ബിഗിനിങ്ങിൽ നമ്മൾ മേലോട്ടായിരുന്നില്ലേ, ഇനി താഴോട്ട്, ലൈക്ക് ഹൈറ്റ് താഴോട്ട് വരണം. അതുകൊണ്ടാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാൻ പറഞ്ഞത്. ദെൻ ഒരു സിംഗിൾ ക്രോഷേ, അതിനുശേഷം 8 സിംഗിൾ ക്രോഷേസ് ചെയ്യണം അറ്റ് ദ എൻഡ് വരെ. ഓക്കെ, അപ്പോഴേക്കും ആ ഒരു റോയിലെ എൻഡ് എത്തിക്കോളും. ഓക്കെ, അങ്ങനെ അറ്റ് ദ എൻഡ് 8 സിംഗിൾ ക്രോഷേസ് കഴിയുമ്പോൾ ലാസ്റ്റത്തെ ആ ഒരു ഹോളിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേസ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് അപ്പോൾ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് സൈഡ് സെയിം റിവേഴ്സിൽ റിപ്പീറ്റ് ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ ലാസ്റ്റ് ആണല്ലോ 8 സിംഗിൾ ക്രോഷേ ചെയ്തത്, അതേപോലെ റിവേഴ്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ 8 സിംഗിൾ ക്രോഷേസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ.
ഓക്കെ, അങ്ങനെ നമ്മൾ 8 സിംഗിൾ ക്രോഷ്യേസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതിനുശേഷം എഗെയിൻ 18 ഡബിൾ ക്രോഷ്യേസ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അങ്ങനെ നമ്മളുടെ 18 ഡബിൾ ക്രോഷ്യേസ് ഇവിടെ തീരുവാണ്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എത്തിയിൽ ജസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇനി റൗണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് റൗണ്ട് 2. ഇനി നെക്സ്റ്റ് റോ 3 ആണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് കമ്പി വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ കമ്പി വെക്കുമ്പോൾ ലൈക്ക് നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്കതിനെ ആക്കാം. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ആക്ച്വലി ഈ റോ എന്ന് പറയുന്നത് ചുറ്റിലും ജസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യാവുന്നതാണ്. പക്ഷേ ആ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ കമ്പിയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കമ്പി ഇങ്ങനെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക ആ ത്രെഡിൻ്റെയും ഹൂക്കിൻ്റെയും ബിറ്റ്വീനായിട്ട്. എന്നിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ എടുക്കാൻ വേണ്ടിയിട്ട് ഹോളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ കമ്പീൻ്റെ അതിൽ കൂടെ തന്നെ ആ ത്രെഡിനെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ലൈക്ക് സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നത് അത് തന്നെ ചെയ്യുക. ഇടയ്ക്ക് കമ്പി അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണം എന്ന് മാത്രം. അപ്പോൾ അതുപോലെ ചെയ്യുക. അപ്പോൾ അതുപോലെ ആ കമ്പിയും ഈ ത്രെഡും ഒരുമിച്ച് പിടിച്ചിട്ട് അറ്റ് ദ എൻഡ് വരെ ലൈക്ക് ബോത്ത് സൈഡ്സ് അത് സിംഗിൾ ക്രോഷ്യ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതും കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കാം. ലൈക്ക് സെയിം സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിച്ചാൽ മതി. ഇനി എന്തെങ്കിലും ചെയ്ത് കാണണം അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ ജസ്റ്റ് കമൻസിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ക്രോഷ്യ റിലേറ്റഡ് എന്തെങ്കിലും ക്വറീസോ എന്തെങ്കിലും ഡൗട്ട്സോ ഏത് യാണ് യൂസ് ചെയ്യണം അങ്ങനത്തെ എന്ത് ക്വസ്റ്റ്യൻസോ എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം കേട്ടോ. ഇനി ഇതിൽ കമ്മിങ് വീഡിയോസിൽ ഞാൻ എന്തൊക്കെ ടൈപ്പ് യാണ് എൻ്റെ കയ്യിലുണ്ട്, എന്തൊക്കെ ടൈപ്പ് യൂസ് ചെയ്യണം, എന്ത് സാധനം ഉണ്ടാക്കാൻ എന്ത് യാണ് യൂസ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വിത്ത് യാൺ കാണിച്ചിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതുപോലത്തെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ട്യൂട്ടോറിയൽ വീഡിയോസിനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ വൺ സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ സൈഡും സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ നമ്മൾ എൻഡിലാവുമ്പോൾ ജസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ജസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ യാൺ എക്സ്ട്രാ വന്ന യാൺ ജസ്റ്റ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അത് ബാക്കിലായിട്ട് ലോക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. ആ കമ്പി ചിലപ്പോൾ ഒരു സൈഡിൽ ലെങ്ത് കുറവായിരിക്കും, ഒരു സൈഡിൽ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പിയുടെ ഒരു അറ്റം ഇങ്ങനെ വലിക്കുമ്പോഴേക്കും മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ പോന്നോളും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കമ്പിയുടെ ഒരേ ലെങ്ത് താഴെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട ഷേപ്പിലോ സൈസിലൊക്കെ ഇങ്ങനെ തിരിക്കാം. അതിൻ്റെ ഉള്ളിൽ കമ്പി ഉള്ളത് കൊണ്ട് നമ്മൾ വെക്കുന്ന ആ ഷേപ്പിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി കമ്പി യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മളുടെ ഈ ഫ്ലവർ ബൊക്കേസ് ഒക്കെ കണ്ടിട്ടില്ലേ, ലില്ലി ഫ്ലവറിൻ്റെ ബൊക്കെ, അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല ഭംഗിയിൽ നിൽക്കുന്നത് ഈ ഉള്ളിൽ ഈ കമ്പി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ ലില്ലി ഫ്ലവറും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിലെങ്ങനെയാണ് ഈ ലീഫ് അറ്റാച്ച് ചെയ്യുന്നതെന്നും അതിങ്ങനത്തെ എല്ലാ വീഡിയോയും ഞാൻ അപ്കമിങ് എൻ്റെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയ 2 ലീവ്സ് ആണ്
അടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം കൂടി അറ്റാച്ച് ചെയ്ത് കാണാം. നല്ല ഭംഗിയില്ലേ? അപ്പോൾ ആക്ച്വലി ഇത് ഇച്ചിരി ലെങ്തി ഉള്ള ലീഫാണ്. ഇതേപോലെ നമുക്ക് ലെങ്ത് കുറഞ്ഞ ലീവ്സും ഉണ്ടാക്കാം. പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്നതൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് ഫിനിഷിങ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ക്രോഷേ റിലേറ്റഡ് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. താങ്ക്